നമസ്കാരം. അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ഏറെ ശ്രദ്ധിക്കപ്പെട്ട ഒരു ചിത്രത്തിന് ഇന്ത്യയിൽ പ്രദർശിപ്പിക്കുന്നതിന് സെൻസർ ബോർഡ് അനുമതി നിഷേധിച്ചു. സന്തോഷ് എന്ന ചിത്രമാണ് ഇന്ത്യയിൽ പ്രദർശിപ്പിക്കുന്നതിൽ നിന്ന് സെൻസർ ബോർഡ് ഇപ്പോൾ തടഞ്ഞിരിക്കുന്നത്. ഇതൊരു ഇൻഡോ ബ്രിട്ടീഷ് സംരംഭമാണ്. പ്രമുഖ അന്താരാഷ്ട്ര മാധ്യമമായ ദ ഗാർഡിയനാണ് ഈ വാർത്ത പുറത്തുവിട്ടിരിക്കുന്നത്. സന്ധ്യ സൂരി എന്ന വനിതയാണ് ഈ ചിത്രത്തിൻ്റെ സംവിധായിക. എന്നാൽ ഈ ചിത്രത്തെക്കുറിച്ച് നേരത്തെ തന്നെ ശക്തമായ തോതിലുള്ള വിമർശനം ഉയർന്നിരുന്നു. ഇത് ഇന്ത്യയെ ലോകത്തിനു മുന്നിൽ കളിയാക്കി കാണിക്കാനുള്ള ഒരു ചിത്രമാണ് എന്നാണ് വിമർശനം ഉന്നയിച്ചവർ പ്രധാനമായും പരാതി ഉന്നയിച്ചത്. ഇതിൽ ഇന്ത്യയിൽ മുഴുവൻ ഏതാണ്ട് ദളിത് പീഡനം ഇപ്പോഴും നടക്കുന്നതായും ഇവിടെ ഇസ്ലാമോഫോബിയ ഉള്ളതായും അതുപോലെ സമൂഹത്തിലെ ദളിത് വിഭാഗങ്ങളിൽപ്പെടുന്ന സ്ത്രീകളൊക്കെ തന്നെ അങ്ങേറ്റം പീഡിപ്പിക്കപ്പെടുന്നതായൊക്കെയാണ് ചിത്രീകരിച്ചിരിക്കുന്നത് എന്നും ഇത് ഇന്ത്യയെ ലോകത്തിന് മുന്നിൽ അപമാനിക്കാൻ വേണ്ടിയാണ് ഈ സിനിമ നിർമ്മിച്ചത് എന്നായിരുന്നു പലരും വിമർശനം ഉന്നയിച്ചിരുന്നത്. ഒരുപക്ഷെ ഈ ഒരു സാഹചര്യത്തിൽ തന്നെയായിരിക്കാം ഇപ്പോൾ സെൻസർ ബോർഡ് ഈ സിനിമയ്ക്ക് ഇന്ത്യയിൽ പ്രദർശിപ്പിക്കുന്നതിന് അനുമതി നിഷേധിച്ചിരിക്കുന്നത്. ഇതിന് നിർമ്മാതാക്കൾക്ക് വേണമെങ്കിൽ കോടതിയെ സമീപിക്കാവുന്നതാണ്. അത്തരത്തിലുള്ള നീക്കം അവർ നടത്തുന്നുണ്ടോ എന്നുള്ള കാര്യം ഈ മാധ്യമങ്ങളിലെ റിപ്പോർട്ടുകളിൽ നിന്ന് തന്നെ കാണുന്നതുമില്ല. ഈ വർഷത്തെ ഓസ്കാർ പുരസ്കാരത്തിനുള്ള ബ്രിട്ടൻ്റെ ഔദ്യോഗിക എൻട്രിയാണ്. ചിത്രത്തിൻ്റെ പ്രധാന ഇതിവൃത്തം ഒരു ദളിത് പെൺകുട്ടിയുടെ കൊലപാതകം അന്വേഷിക്കാൻ ചുമതലയേറ്റ പോലീസ് സേനയിലെ വിധവയായ ഒരു ഉദ്യോഗസ്ഥ നേരിടുന്ന പ്രശ്നങ്ങളാണ്. സ്ത്രീവിരുദ്ധത, ജാതി അക്രമം, ഇസ്ലാമോഫോബിയ എന്നീ വിഷയങ്ങളാണ് ഈ സിനിമ കൈകാര്യം ചെയ്യുന്നത്. ഇന്ത്യൻ പോലീസ് സേനയിലെ ഇരുണ്ട വശങ്ങൾ തങ്ങൾ ചൂണ്ടിക്കാട്ടുന്നു എന്നാണ് ഈ സിനിമയുടെ നിർമ്മാതാക്കൾ അവകാശപ്പെടുന്നത്. കാരണം ഇന്ത്യൻ പോലീസ് സേനയിൽ സ്ത്രീകൾക്ക് അങ്ങേറ്റം അവഗണന നേരിടുന്നുവെന്നും സ്ത്രീ വിരുദ്ധ നിലപാടാണ് ഇന്ത്യൻ പോലീസിലുള്ളത് എന്നും അവർ സമൂഹത്തിലെ താണ നിലയിലുള്ള സ്ത്രീകളെ അതിക്രൂരമായ രീതിയിൽ പീഡിപ്പിക്കുന്നു എന്നൊക്കെയാണ് ഈ സിനിമയിൽ വിവരിക്കുന്നത്. എന്നാൽ ഇന്ന് ഇന്ത്യൻ പോലീസ് സേന എത്രയോ മാറിയിരിക്കുന്നു എന്ന കാര്യം ഒരുപക്ഷേ ഈ ചിത്രം നിർമ്മിച്ചവർ അത് ഓർത്തിരിക്കില്ലേ എന്ന് നമ്മൾ ന്യായമായും സംശയിക്കേണ്ടി വരും. ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിൽ ഇപ്പോഴും ചിലപ്പോൾ ഇത്തരത്തിലുള്ള പോലീസ് അതിക്രമങ്ങൾ നടന്നിരിക്കുക. എന്നാലും ഈ രാജ്യം മുഴുവൻ നടക്കുന്നത് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളാണ് എന്ന് ചൂണ്ടിക്കാട്ടി ലോകത്തിന് മുന്നിൽ ഇന്ത്യയെ തരം താഴ്ത്തി കാണിക്കാനുള്ളൊരു നീക്കമാണോ ഈ ബ്രിട്ടീഷ് ഇന്ത്യൻ സംവിധായിക നടത്തുന്നത് എന്ന് സ്വാഭാവികമായും നമ്മൾ സംശയിച്ചു പോകും. കാൻ ഫിലിം ഫെസ്റ്റിവലിൽ പ്രീമിയർ ചെയ്യപ്പെട്ട ചിത്രം മികച്ച അരങ്ങേറ്റ ഫീച്ചറിനുള്ള ബാഫ്റ്റ നോമിനേഷനും കരസ്ഥമാക്കിയിരുന്നു. ചിത്രത്തിലെ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ച നടി ഷഹാന ഗോസ്വാമിക്ക് ഏഷ്യൻ ഫിലിം അവാർഡുകളിലെ ഏറ്റവും മികച്ച നടിക്കുള്ള അവാർഡും നേടിയിരുന്നു. വിദേശ രാജ്യങ്ങളിലൊക്കെ തന്നെ ഈ ചിത്രം വലിയ തോതിലുള്ള പ്രദർശന വിജയം നേടിയിരുന്നു. അതിനെ തുടർന്നാണ് ഇന്ത്യയിലും ഈ ചിത്രം പ്രദർശിപ്പിക്കാനാണ് എത്തിയത്. മാത്രമല്ല ഇതിലെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ സിനിമ പൂർണ്ണമായും ചിത്രീകരിച്ചത് ഇന്ത്യയിൽ തന്നെയായിരുന്നു. ഹിന്ദിയിലാണ് ഈ സിനിമ തയ്യാറാക്കിയിരിക്കുന്നത്. ഏതായാലും ഈ സിനിമയുടെ മേക്കിങ്ങിനെയും മറ്റ് സാങ്കേതിക വശങ്ങളെയൊക്കെ തന്നെ ഈ ലോകത്തെ മറ്റുള്ള രാജ്യങ്ങളിലെ സിനിമാ നിരൂപകരും മറ്റും വാഴ്ത്തുമ്പോൾ ഇന്ത്യ എന്ന രാജ്യം ഇന്ന് ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ശക്തിയുള്ളതായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഇന്ത്യയിൽ നടക്കുന്നത് മുഴുവൻ ഇത്തരത്തിലുള്ള വൃത്തികേടുകളാണ് എന്ന് കാണിക്കാനുള്ള ഈ ഒരു ശ്രമത്തിനെതിരെ തന്നെയാണ് ഇപ്പോൾ സെൻസർ ബോർഡ് അതിശക്തമായ നിലപാടുമായി മുന്നോട്ട് പോകുന്നത്. ഏതായാലും കോടതിയെ സമീപിക്കാൻ തന്നെയാണ് സിനിമയുടെ നിർമ്മാതാക്കളുടെ ഉദ്ദേശ്യമെന്നാണ് ദി ഗാർഡിയൻ റിപ്പോർട്ട് ചെയ്യുന്നത്. നേരത്തെയും ഇത്തരത്തിൽ പല വിദേശ ചിത്രങ്ങളും ഇന്ത്യയെ കളിയാക്കുന്ന രീതിയിൽ നിർമ്മിച്ചിരുന്നു. ഇന്ത്യയിൽ ഇപ്പോഴും പാമ്പാട്ടികളും അതുപോലെ വളരെ അപരിഷ്കൃതരായ ജനങ്ങളുമാണ് താമസിക്കുന്നതെന്ന രീതിയിലൊക്കെ സൂചിപ്പിക്കുന്ന നിരവധി സിനിമകൾ പണ്ടും വന്നിരുന്നു. അവയ്ക്കൊന്നും തന്നെ ഇന്ത്യയിൽ പ്രദർശന അനുമതി അന്ന് നൽകിയിരുന്നതുമില്ല. ഇന്ത്യയിലെ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷൻ എന്ന സെൻസർ ബോർഡിനെ സംബന്ധിച്ച് രാജ്യത്തെ അപഹസിക്കുന്ന തരത്തിലുള്ള ഇത്തരത്തിലുള്ള ഏത് സിനിമ വന്നാലും അതിനെ ഈ രാജ്യത്ത് പ്രദർശിപ്പിക്കാൻ അനുമതി നൽകുന്ന പതിവുള്ളതല്ല. ഒരുപക്ഷെ അതനുസരിച്ച് തന്നെയായിരിക്കാം അവർ ഈ സന്തോഷ് എന്ന ചിത്രത്തിനും അതിന് അന്താരാഷ്ട്ര തലത്തിൽ ഒരുപാട് ബഹുമതികൾ ലഭിച്ചിട്ടുണ്ട് എങ്കിൽ പോലും പ്രദർശിപ്പിക്കാനുള്ള അനുമതി നിഷേധിച്ചത്.